ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാൻ പറ്റിയ ഒരു കറിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെറും 2-3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ. തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ ചോറ് എങ്ങനെ കഴിക്കാം ഈ ഒരൊറ്റ കറി വെച്ചിട്ട് എന്ന് നമുക്ക് ഒരു വീഡിയോയിലോട്ട് പോകാം. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് 10 മിനിറ്റ് പോലും വേണ്ട ഒരു കറി വെക്കാൻ. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക, പച്ചമുളക്, തക്കാളി, ഈ 3 സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വെണ്ടയ്ക്കയൊക്കെ ഒരുപാട് നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പം കിറ്റിൽ കിട്ടും. അപ്പോൾ നമ്മൾ മെഴുക്ക് പുരട്ടി, സാധാരണ വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കലാണ് ജോലി. പക്ഷേ വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന മറ്റൊരു കറിയാണ് ഇത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ എന്ന് വെച്ചാൽ നമ്മൾ മീൻകറി കഴിക്കുന്ന നമ്മൾ ചേർക്കുന്ന ഒരു അരപ്പെന്ന് വെച്ചാൽ നമ്മുടെ മീൻകറിയുടെ അരപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം കൂടെ വെള്ളത്തിൽ കുറച്ച് നേരം ഇടണം. കാരണം വെണ്ടയ്ക്കകത്ത് ചെറിയ പുറത്തൊക്കെ നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലതുപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് കഴുകി, ഞാനിപ്പോൾ ഇവിടെ 3 തക്കാളി, മീഡിയം സൈസിൽ 3 തക്കാളിയും കുറച്ച് വെണ്ടയ്ക്കയും 2 വലിയ പച്ചമുളകുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നല്ല പോലെ കഴുകി വെണ്ടയ്ക്കയുടെ മുകൾ ഭാഗവും അതിൻ്റെ വാൽഭാഗവും കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ തക്കാളിയുടെ മുഖം ചെത്തുന്നവരുണ്ട്, ചെത്താത്തവരുണ്ട്. ഞാൻ ചില സമയത്ത് ചെത്തിയെടുക്കും, ചില സമയത്ത് ചെത്താതെ എടുക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകി മാറ്റി വെക്കണേ. എന്നിട്ട് നമുക്കിത് കറിക്ക് വേണ്ടുന്ന ആ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ മറ്റ് ഐറ്റംസ് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇച്ചിരി ഒരു ശകലം തേങ്ങ വേണം കേട്ടോ. ഒരു പിടി തേങ്ങ വേണം നമുക്ക് അരയ്ക്കാൻ. മീൻകറിയുടെ അരപ്പാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ. വലിയ പാടുമില്ല, എന്നാൽ വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രം നമ്മുടെ ചാനലിലോട്ട് വരിക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ചെയ്ത് നോക്കാതെ ഒന്നും ചെയ്യേണ്ട. കാരണം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ആദ്യം നോക്കുക. ഇപ്പം ഞാനത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇന്ന് കട്ട് ചെയ്യാം. ഏതാണ്ട് ഈ ഒരു സൈസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു അളവിലാണ് നമുക്ക് ഈ കറിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമ്മൾ മെഴുക്ക് പുരട്ടിയുടെ രീതിയിലല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ ഒരു സൈസിൽ നല്ല പോലെ ഈ വെണ്ടയ്ക്ക ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, പുഴു ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും വെണ്ടയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു പുഴു കാണും. ചില വെണ്ടയ്ക്കകത്ത് ഒന്നും കാണില്ല, വൃത്തിയായിട്ടിരിക്കും. ഇതിപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പം നമ്മളിങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് വെണ്ടയ്ക്ക പിടിച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് അറിയാൻ പറ്റും അതിനകത്ത് പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ നല്ലപോലെ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് എല്ലാം ഇട്ട്, തക്കാളിയും നമ്മൾ 4ആയിട്ട് മുറിച്ച് ഇട്ട്, പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ ഇത് അടുപ്പിൽ വേവിക്കാൻ വെക്കണേ. വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ അതിനകത്തോട്ടൊരു ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ അരപ്പ് റെഡിയാക്കണം. അരപ്പ് റെഡിയാക്കാനൊന്നുമില്ല, നമുക്ക് ഒരു പിടി തേങ്ങ വേണം. നമ്മളിപ്പോൾ മീൻ കറിക്ക് എടുക്കുന്ന അതേ സാധനങ്ങൾ തന്നെ. ഒരു പിടി തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 2-3 കൊച്ചുള്ളി കേട്ടോ. ഇത്രയും കൂടെ മതി നമ്മുടെ ഇതിൻ്റെ അരപ്പ്. നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ചതച്ചല്ല, നല്ല പോലെ അരയണം. അരഞ്ഞാണ് നമ്മൾ കറി വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒത്തിരി വട്ടം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് പച്ചക്കറിയോട് താല്പര്യമില്ലാത്ത പിള്ളേർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടില്ല. കാരണം അവർക്ക് മീനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ. എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. ഇവിടെ വെച്ചാൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പം നമ്മളിതുപോലെ വേണ്ട ഒന്ന് തക്കാളിയും കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് അടുപ്പിലോട്ട് വെക്കാൻ പോവുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. നമുക്ക് ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മെസ്സേജ് എനിക്ക് അയയ്ക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോവുക. കുക്കിംഗ് വീഡിയോസ് ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. എങ്കിലും എനിക്കിഷ്ടമാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ തനിയാണ് മൊബൈലിൽ വീഡിയോ ചെയ്യുന്നതും എല്ലാം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. മക്കളുണ്ടെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. ഇപ്പോൾ അവർ സ്കൂളിൽ പോയേക്കുവാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ മൊബൈലിൻ്റെ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ രണ്ടെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ചാറ് തോനെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. അത് കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റി കഴിയുമ്പോൾ നമുക്ക് കടുക് താളിച്ചെടുക്കാവേ. ഇതിപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന്
തിളയ്ക്കാൻ വിടാം കേട്ടോ. തിളയ്ക്കട്ടെ. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ തേങ്ങ ചിരകി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഞാൻ 3-4 കൊച്ചുള്ളി കേട്ടോ. ഇതാണ് നമ്മുടെ മീനിൻ്റെ അരപ്പെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് എക്സ്ട്രാ ഒന്നുമില്ല മീൻ അരപ്പിന്. ഇത് ഇത്രയും നമ്മൾ നല്ല വൃത്തിയായിട്ട് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ അരയണം. അതാണ് അതിൻ്റെ കൂട്ട് കേട്ടോ. അല്ലാതെ ചതച്ചെടുക്കരുത്. ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രണ്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് വലിയ വേവില്ലെന്ന് എല്ലാവർക്കും അറിയാം. വെണ്ടയ്ക്കയും തക്കാളിയും വേവാൻ സമയം വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി നോക്കണം. വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, വേണ്ടെങ്കിൽ അങ്ങനെ വിടാം. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ഈ ഒരു പരുവം വെന്ത് ഇപ്പം നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടോ. വെണ്ടയ്ക്ക നല്ലപോലെ വെന്ത് തക്കാളി എല്ലാം നമ്മുടെ ഇറുന്ന് അതിനകത്ത് വീണിട്ടുണ്ട് വെന്ത്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനകത്തോട്ട് നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ചിട്ട് നമ്മൾ ആ ജാറിൽ നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ജാറിനകത്ത് അതിൻ്റെ ബാലൻസ് അരപ്പ് കാണും. അത് നമുക്ക് കുറച്ച് വെള്ളം പിന്നെ ഞാനിവിടെ വെള്ളം വേറെ ചേർക്കുന്നില്ല കേട്ടോ. ഈ അരപ്പ് ജാറ് തന്നെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ വെള്ളം ചേർക്കുന്നില്ല. കാരണം ഇവിടെ ഇത്രയും ചാറ് വേണം, ഇത്രയും കൊണ്ട് മതിയാകും. അതുകൊണ്ട് ഞാൻ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതെല്ലാം ഒന്ന് തിളയ്ക്കാൻ വിടണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ അരപ്പും ഈ വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്കിതിന് കടുവ് ഇറക്കാനുള്ളത് ചെയ്യാവേ. അതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കടുവ് പൊട്ടിക്കാം കേട്ടോ. ഈ കടുവ് പൊട്ടിക്കാൻ ഇവിടെ കറിവേപ്പില ഇല്ലായിരുന്നേ. കറിവേപ്പില ഉള്ളവർ തീർച്ചയായിട്ടും കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ കറിവേപ്പില ഇല്ല. ഞാനിപ്പോൾ അടുപ്പിനകത്തോട്ടൊരു ചട്ടി ഇതുപോലെ കടുവ് ഇറക്കുന്ന ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, എണ്ണ വെളിച്ചെണ്ണയാകാം, നമ്മുടെ സൺഫ്ലവർ ഓയിലാകാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് കടുകും കുറച്ച് കൊച്ചുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മുടെ വറ്റൽമുളകും കൂടെ ഞാനിപ്പം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല. കറിവേപ്പില ഉള്ളവർ എന്തായാലും കറിവേപ്പില ഇടണം കേട്ടോ. ഇവിടെ തീർന്നു പോയി കറിവേപ്പില. എന്നിട്ട് ഇത് നമ്മൾ കടുവ് നല്ലതുപോലെ കടുവ് വറുത്തിട്ട് നമ്മൾ ഈ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കറിയുടെ പരിപാടി ഇവിടെ കഴിയും. ഇത് നല്ല ടേസ്റ്റ്. നമ്മൾ മീൻ കറിയുടെ അരപ്പ്, മീൻ കറി വെക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമില്ലയോ. മീൻ കറിയുടെ അരപ്പ് കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ അരപ്പിൻ്റെ കൂട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കറിക്ക് ചേർത്തേക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കായും തക്കാളിയും ഈ അരപ്പും കൂടെ ആകുമ്പോൾ ടേസ്റ്റ് ഞാൻ പറയണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ നിമിഷ നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയുടെ ഒരു വിഭവമാണിത്. ഇതിപ്പോൾ ഞാനിപ്പോൾ കടുവ് വറുത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ, ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്ന് എൻ്റെ ചാനലിൽ ഇത് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അത്ര ടേസ്റ്റുള്ളൊരു വിഭവമാണ്. തക്കാളിയും വെണ്ടയ്ക്കയും പച്ചമുളകും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കിതുപോലെ കറി വെച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കുക്കിംഗ് വീഡിയോ ആണെന്ന് അറിയില്ല, എങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.